സോ മൈസെൽഫ് നീതു ജോസഫ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാർമക്കോഗ്നസിയിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്. അപ്പോൾ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോ പ്ലസ് ഡൈവേഴ്സിറ്റി. ബയോ പറഞ്ഞാൽ ലൈഫ് എന്നാണുള്ളത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫാണ് സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി. മലയാളത്തിൽ നമ്മളിതിനെ ജൈവ വൈവിധ്യം എന്ന് പറയും. ജീവജാലങ്ങളുടെ ഒരു വൈവിധ്യം. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയയാണ് ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഡെഫിനിഷനിലേക്ക് കിടക്കുമ്പോൾ സം ടോട്ടൽ ഓഫ് ജീനസ്, സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റം. ഈ ഭൂമിയിലുള്ള എല്ലാ ജീനസും ആ ജീനസിൽ വരുന്ന എല്ലാ സ്പീഷീസും അവരുടെ എക്കോസിസ്റ്റം, അതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പറയണത്. ഇനി എന്തൊക്കെയാണ് ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ത്രെഡ്സ്, നമ്മുടെ ജൈവ വൈവിധ്യത്തിനെ നശിപ്പിക്കാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയണത് എന്താ പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഹാബിറ്റാറ്റിൻ്റെ ഡിസ്ട്രക്ഷൻ. സെക്കൻഡ് വൺ ഇക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ട് വേട്ടയാടപ്പെടുന്നത് കൊണ്ട് അനിമൽസും പ്ലാന്റ്സും നശിച്ചു പോകുന്നത്. തേർഡ് വൺ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഓവർ യൂസേജ് പറയാം. എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീനസിനെയോ സ്പീഷീസിനെയോ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ പറയുക. അടുത്തത് കളക്ഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ, അത് ചിലപ്പോൾ പ്രൊജക്റ്റ് ആവാം, അസൈൻമെൻ്റ് ആവാം, അല്ലെങ്കിൽ സൂവിലേക്ക് വേണ്ടിയിട്ടോ റിസർച്ചിന് വേണ്ടിയിട്ടോ നമ്മൾ ഈ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ അനിമൽസിനെ അല്ലെങ്കിൽ അവരുടെ എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിനെ കളക്ട് ചെയ്യുന്നത് ഒരു ത്രെട്ടാണ്. നെക്സ്റ്റ് പൊല്യൂഷനാണ്. പല തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട് അല്ലേ. വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പൊല്യൂഷൻസും എല്ലാ ഇക്കോസിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യും. ഇക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ജീനസിനെയും അതിൽ വരുന്ന ഓരോ സ്പീഷീസിനെയും അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഡിഫോറസ്റ്റേഷനാണ്. ഓരോ പ്ലാന്റ്സും നശിക്കുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഫോറസ്റ്റും ഡിലീറ്റ് ആയി പോകുന്നതിനനുസരിച്ചിട്ട് പ്ലാന്റുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതിനർത്ഥം നമ്മുടെ ഒരു 90% ഫുഡ് പോവുക, ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോവുക. അപ്പോൾ ഡിഫോറസ്റ്റേഷൻ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ത്രെട്ടാണ്. നെക്സ്റ്റ് വൺ ക്ലൈമറ്റിക് ചേഞ്ചസ്. എന്തെങ്കിലും കാരണം കൊണ്ട് തന്നെ ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടാവുക, ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അറ്റ്മോസ്ഫിയറിന് ഉണ്ടാവുന്ന ചേഞ്ചസും നമ്മുടെ സ്പീഷീസിൻ്റെയും ജീനസിൻ്റെയും നിലനിൽപ്പിനെ ബാധിക്കും. അതും ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ത്രെട്ടാണ്. അപ്പോൾ ഈ എഴുതിയത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൺസിഡർ ആക്കിയിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ കോമൺലി യൂസ് ചെയ്യണ കുറച്ച് ടേംസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ, അപ്പോൾ ആ ടേംസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. വൾണറബിൾ, എൻഡാഞ്ചേർഡ്, എൻഡമിക്, എക്സ്റ്റിങ്ക്റ്റ് ആൻഡ് റയർ. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതെല്ലാം എടുത്ത് മാറി മാറി ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. വൾണറബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഈ വൾണറബിലിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാബിറ്റാറ്റ് ലോസ് പോണതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്പീഷീസിൻ്റെ ഹോം ഇറ്റ്സെൽഫ് പോണത് കൊണ്ടാണ് ഈ വൾണറബിലിറ്റി ഉണ്ടാവുക. അവർ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ എൻഡാഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ വൈൽഡ് അനിമൽ ആവാം അല്ലെങ്കിൽ പ്ലാന്റ് ആവാം. അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അവരുടെ പെർസെൻറ്റേജ് ഈ ഭൂമിയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ എൻഡാഞ്ചേർഡ്. അപ്പോൾ എൻഡാഞ്ചേർഡ് സ്പീഷീസ്, എൻഡമിക് സ്പീഷീസ്, ഇതിൻ്റെ എല്ലാം കുറേ ഇൻഫോർമേഷൻസ് നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടും. നെക്സ്റ്റ് വൺ എൻഡമിക് ആണ്. എൻഡമിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് ആണ് ഒരൊറ്റ ജിയോഗ്രഫിക് റീജിയനിൽ അവർ കാണുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കോണ്ടിനെൻറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വില്ലേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ സ്പെസിഫിക് പാർട്ടിൽ മാത്രമേ ഈ എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ്സിന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിന് കുറച്ച് തണുപ്പ് അധികമായിട്ട് വേണ്ടി വരും. അപ്പോൾ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തേ കാണുള്ളൂ. ചൂട് കൂടുതലായിട്ട് വേണ്ട പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ ആണെങ്കിൽ അവരങ്ങനെ കാണുള്ളൂ. അടുത്തത് എക്സ്റ്റിങ്ക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസപ്പിയർഡ് ആയിട്ടുള്ള ഫുൾ സ്പീഷീസാണ് എക്സ്റ്റിങ്ക്റ്റ്. അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞു. അടുത്തത് റെയർ ആണ്. റെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അൺകോമൺ ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ജീനസ്, അവരെയാണ് നമ്മൾ റെയർ സ്പീഷീസിൽ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് എൻഡാഞ്ചേർഡ് സ്പീഷീസിന് കുറച്ച് എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൽ ആകെ 1-2 എണ്ണേ പറയണുള്ളൂ. ഇതിൽ പ്ലാന്റും ആ പ്ലാന്റിൻ്റെ കോമൺ നെയിമും എവിടേക്കാണ് അത് കാണണത്, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളൊരു ടേബിളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതിൽ റെഡിൽ കുറച്ച് വലുതാക്കിയിട്ട് എബോണി ട്രീ എഴുതിയിട്ടുണ്ട്. ഡയോപൈറോസ്,
സെലിബിക്ക. അപ്പോൾ ആ പേര് നിങ്ങൾക്ക് കോമൺ ആയിരിക്കും. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കരിങ്ങാലി ചെടിയാണത്. അപ്പോൾ അത് ഒരു ത്രെട്ടൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത് വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുക. എക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എക്കണോമിക്കലി ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. എക്കണോമിക്കലി ഇഷ്ടംപോലെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്ലാന്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ത്രെട്ടനിങ്ങും റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു ടെറോസ്പം സ്പീഷീസ് ഉണ്ട്. ടെറോസ്പെമും റെട്ടിക്കുലേറ്റും. നമ്മൾ മലയൂരെന്നൊക്കെ പറയും, അല്ലെങ്കിൽ മളയൂരം മരം. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ റയറായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി പ്ലാന്റ്സ് എല്ലാം ബാക്കി നമ്മുടെ ഇന്ത്യയിലെ റീജിയനിൽ കാണുന്നതാണ്. നെക്സ്റ്റ് വൺ എൻഡമിക് സ്പീഷീസ്. നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം പ്ലാന്റ്സ് ആണ് അടുത്തത്. അരേലിയ മലബാറിക്കയാണ് ആദ്യത്തെ. മനോരഞ്ജിനി എന്ന് മലയാളത്തിൽ പറയും. പിന്നെ നമ്മുടെ ഗാർസിനിയ വിറ്റി, പുളിമരങ്ങ. പിന്നെ നമ്മുടെ ജാതിയുടെ ഒരു സ്പീഷീസ് ഉണ്ട്, അതായത് മിരിസ്റ്റിക്ക ആൻഡമാനിക്ക ഉണ്ട്. പിന്നെ നമ്മുടെ സൈലോമ ലാറ്റിഫോളിയം. നമ്മൾ +2-ലൊക്കെ ഒരു കിളിയിലിക്ക് ചെടിയുടെ ബയോളജിക്കൽ പാർട്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലോറൽ പാർട്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന സൈലോമ ലാറ്റിഫോളിയം. നെക്സ്റ്റ് ഈ ബയോഡൈവേഴ്സിറ്റീനെ എങ്ങനെയൊക്കെ കൺസർവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയണത്. 2 രീതിയിലാണ് മെയിൻലി കൺസർവേഷൻ വരിക. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീനസ്, സ്പീഷീസ്, എക്കോസിസ്റ്റം, ഇത് മൂന്നും കൂടി ചേർന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ നമ്മൾ കൺസർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറലി തന്നെ അവരെ നമ്മൾ കൺസർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ പറയും. അതിൽ എൻ ഓർക്കുക, നാച്ചുറൽ ഹാബിറ്റാറ്റില്ല. ഇൻസിറ്റു എക്സിറ്റു മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ എൻ ഓർക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളതിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, സാക്രഡ് ഗ്രൂവ്സ് ആൻഡ് ലേക്സ്, ബയോസ്ഫിയർ റിസർവ്, ടെറസ്ട്രിയൽ റിസർവ്, മറൈൻ റിസർവ്, നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇത്രയും ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തേക്കാണ്. ഇതിൽ ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്താണെന്ന് പറയാം. പ്രൊട്ടക്റ്റഡ് ഏരിയ, സാക്രഡ് ഗ്രൂവ്സ് ആൻഡ് ലേക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ സർപ്പക്കാവുകൾ, അല്ലെങ്കിൽ അമ്പലക്കാവുകൾ, അമ്പലക്കുളങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഓരോ മിത്തോളജി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസർവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. പക്ഷെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് പ്ലാന്റ്സും ഒരുപാട് അനിമൽസും അവിടെ അവരുടെ ഇക്കോസിസ്റ്റത്തിൽ കൺസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെയാണ് അവരെ കൺസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡാണ് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസും സാക്രഡ് ഗ്രൂവ്സും അതുപോലെ തന്നെ ഈ സാക്രഡ് ലേക്സും ഒക്കെ. പിന്നെ പറയാം ടെറസ്ട്രിയലാണ്, അതായത് നോർമൽ കാടുകൾ, ഫോറസ്റ്റുകൾ, അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടി വേലിയൊക്കെ തിരിച്ച് ആൾക്കാരൊക്കെ കയറാതെയും അങ്ങനെയൊക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ നമ്മൾ അവരെ കൺസർവ് ചെയ്യുന്നുണ്ട്, ആണ് ടെറസ്ട്രിയൽ കൺസർവേഷൻ. നെക്സ്റ്റ് വൺ മറൈൻ. നമ്മൾ ഈ കോറൽസൊക്കെ ഉള്ള ഏരിയാസ്, പവിഴപ്പുറ്റൊക്കെയുള്ള ഏരിയാസിൽ ഷിപ്പിനൊക്കെ പോകാനോ അല്ലെങ്കിൽ അവിടെ പോയി വേറെ എന്തെങ്കിലും ഫിഷിങ് നടത്താനൊന്നും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഏരിയയാണ് മറൈൻ ഏരിയാസ്. വെള്ളത്തിൽ തന്നെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവരെ കൺസർവ് ചെയ്യാം. നമുക്ക് ഈ ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നോക്കാം. അപ്പോൾ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നാഷണൽ പാർക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ വൈൽഡ് ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അതേ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവരെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അല്ലെങ്കിൽ അവരെ കൺസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഏരിയാസാണ് നാഷണൽ പാർക്ക്. അവിടെ ഫോറസ്ട്രിയോ അല്ലെങ്കിൽ അവരുടെ മൃഗങ്ങളെ മേയാൻ വിടൽ, കൾട്ടിവേഷൻ, ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ, അതൊന്നും സമ്മതിക്കില്ല. അവിടെ സ്വന്തമായിട്ടൊരു വ്യക്തികൾക്ക് ഈ നാഷണൽ പാർക്ക് നടത്താനായിട്ടുള്ള അധികാരമില്ല. അപ്പോൾ ഓരോന്നിനും അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പറയേണ്ടത് ഏകദേശം 100 സ്ക്വയർ കിലോമീറ്റർ തൊട്ട് 500 സ്ക്വയർ കിലോമീറ്റർ വരെയായിരിക്കും ഈ നാഷണൽ പാർക്കിൻ്റെ ഏകദേശം ഒരു വിഡ്ത്ത്. അപ്പോൾ ചിലപ്പോൾ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെയോ അനിമൽ സ്പീഷീസിൻ്റെയോ ഒക്കെ പ്രിസർവേഷൻ അവിടെ എംഫസൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സൈലൻറ്റ് വാലി അങ്ങനെയുള്ള ഒരു ഏരിയയാണ്, നാഷണൽ പാർക്കിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് സൈലൻറ്റ് വാലി. നെക്സ്റ്റ് നമ്മൾ പറയുക വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. അവിടെ ഒരു അനിമൽസിൻ്റെ കൺസർവേഷൻ ആയിരിക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ മെയിനായിട്ട് ഉണ്ടാവുക.
ഹ്യൂമൻ ആക്ടിവിറ്റീസ് അവിടെ കുറച്ചൊക്കെ അലൗഡ് ആണ്. മൈനറായിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡക്ട്സ് തേൻ പോലെയുള്ളതോ കോലർക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയിട്ട് ചെറുതായിട്ട് നമുക്ക് എടുക്കാം. വിറക് പെറുക്കാൻ പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ സാധിക്കും. അപ്പോൾ ഈ വിറക് പെറുക്കണതും അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിലുള്ള തേൻ പോലെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് എത്രത്തോളം വരെയാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഈ അവിടെ പ്രിസർവ് ചെയ്യണ കാര്യങ്ങൾ, അവിടെ പ്രിസർവ് ചെയ്യണ അനിമൽസിനെയൊക്കെ ഹാം ചെയ്യാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ നടക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ നോക്കുന്നത് വെൽബീയിങ് ഓഫ് അനിമൽസ് ആണ്. പിന്നെ ടൂറിസ്റ്റ് ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധി ഉണ്ടായിരിക്കും അവിടെ. ഇല്ല എന്നല്ല, ഒരു പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ അണ്ണാമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി തമിഴ്നാട്ടിലുള്ളതാണ് അതിനൊരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ബയോസ്ഫിയർ റിസർവ്. ഇത് 3 ടൈപ്പ് ഉണ്ട്. ഏകദേശം 5000 സ്ക്വയർ കിലോമീറ്ററോളം ലാർജ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ ഈ ബയോസ്ഫിയർ റിസർവിന് 3 പാർട്ടാണുള്ളത്. ഒരു കോർ സോൺ ഉണ്ടാവും, ബഫർ സോൺ ഉണ്ടാവും, ട്രാൻസിഷൻ സോൺ ഉണ്ടാവും. അപ്പോൾ കോർ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ സോണാണ്. അത് അൺഡിസ്റ്റർബ്ഡ് ആണ്. ഒരാൾക്കും ഡിസ്റ്റർബ്ഡ് ആക്കാൻ പറ്റില്ല. ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ആർക്കും കയറി ഇറങ്ങാൻ പറ്റില്ല. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. തേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ സോണാണ്. അവിടെ നമുക്ക് ക്രോപ്പിങ്ങോ അല്ലെങ്കിൽ ഫോറസ്ട്രിയോ ഫിഷറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അലൗഡ് ആണ്. അപ്പോൾ ഈ ബയോസ്ഫിയർ റിസർവിൽ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റാണ്. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഏരിയയിൽ വരുന്ന ഗ്രേറ്റ് നിക്കോബാർ ആണ് അതിൽ ബയോസ്ഫിയർ റിസർവിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇൻസിറ്റു കൺസർവേഷൻ പറയാം. നമ്മുടെ ഈ ഫ്ലോറയും ഫോണയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പീഷീസുകളും ജീനസുകളെല്ലാം അല്ലെങ്കിൽ ജീനസുകളും സ്പീഷീസുകളും എല്ലാം അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ ഹ്യൂമൻസിൻ്റെ ഇൻ്റർഫിയറൻസ് ഒന്നും ഇല്ലാതെ കൺസർവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ താരതമ്യേന കൺസർവേഷന് ചിലവ് കുറവായിരിക്കും. ഇനി അവരുടെ ലൈഫ് സൈക്കിളെല്ലാം നടക്കുന്നത് നാച്ചുറൽ വേയിൽ തന്നെയായിരിക്കും. അതിനൊരു ഗ്രീൻ കവറേജ് കിട്ടും. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെയാണ്, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ കവറേജ് കിട്ടും. ഇൻഎക്സ്പെൻസീവ് ആണ്, മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ അവിടെ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഇടപഴകി ജീവിക്കുന്ന ആൾക്കാർ അവരെയും നമുക്ക് ഇതുവഴിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വയ്ക്കാം. അടുത്തത് പറയാം നമ്മൾ എക്സിറ്റു കൺസർവേഷനാണ്. നമ്മൾ ഇൻസിറ്റു പറഞ്ഞപ്പോൾ എൻ പറഞ്ഞു നാച്ചുറൽ. അടുത്തത് എക്സിറ്റു ആണ്. എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ അതർ ദാൻ നാച്ചുറൽ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ നമ്മളിവിടെ കൺസർവ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എക്സിറ്റു കൺസർവേഷൻ പറയും. അപ്പോൾ എക്സിറ്റു കൺസർവേഷൻ കുറച്ചും കൂടി ഇന്നറായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കില്ല, കുറച്ചും കൂടി ഹാർഡായിരിക്കും. അപ്പോൾ എക്സിറ്റു കൺസർവേഷനിൽ ഏതൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രയോ പ്രിസർവേഷൻ, സാക്രഡ് പ്ലാന്റ് ഹോം ഗാർഡൻ, പോളൻ ബാങ്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, സീഡ് ജീൻ ബാങ്ക്, അക്വാറിയ, സ്ലോ ഗ്രോത്ത് സിസ്റ്റം, ആർബോറേറ്റ. അപ്പോൾ ഇതിൽ 2 പോയിൻറ്റ്സ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ സെക്കൻഡ് പോയിൻ്റ് ചെയ്തിട്ടുണ്ട് സാക്രഡ് പ്ലാന്റ് ഹോം ഗാർഡൻ. നമ്മൾ വീടുകളിലെല്ലാം കൺസർവ് ചെയ്യുന്നുണ്ട് ചില പ്ലാന്റ്സ്. ഇപ്പോൾ ചിലർ വീട്ടിൽ കൂവളം നട്ട് നടത്തിയിട്ടുണ്ടാവും, രുദ്രാക്ഷം ഉണ്ടാവും, തുളസി തറയിൽ തുളസി ഉണ്ടാവും. അപ്പോൾ അതുപോലെ പ്ലാന്റ്സിന് നമ്മൾ തുളസിക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തുളസി തറയൊക്കെ കെട്ടി അടിപൊളിയായിട്ടായിരിക്കും വിളക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് തുളസീനെ കൺസർവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസർവ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഹോളി പ്ലാന്റ്സ്, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സാക്രഡ് പ്ലാന്റ് ഹോം ഗാർഡൻ എന്ന് പറയണത്. പിന്നെ പറഞ്ഞൊരു ഏരിയയാണ് അക്വാറിയ. നമ്മൾ ഫിഷസിനെ എല്ലാം ആർട്ടിഫിഷ്യലി, ഫിഷസ് ആയാലും അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ അക്വാട്ടിക് അനിമൽസിനെ നമ്മൾ ആർട്ടിഫിഷ്യലി കൺസർവ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ അക്വാറിയം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറൈൻ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ കൺസർവ് ചെയ്യുന്ന ഏരിയയാണ് ഈ അക്വാറിയ. പിന്നെ അതിലൊരു സ്ലോ ഗ്രോ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ടിഷ്യൂ കൾച്ചർ പോലെയുള്ള കാര്യങ്ങളാണ് സ്ലോ ഗ്രോ സിസ്റ്റത്തിൽ വരിക. നമുക്ക് ഓരോ കാര്യങ്ങളും അതിലുള്ളത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സീഡ് ജീൻ ബാങ്ക്. നമുക്കിപ്പോൾ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്സ് എല്ലാം നാളത്തെ ജനറേഷന് അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷന് അവൈലബിൾ ആവുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എല്ലാം എൻഡാഞ്ചേർഡും എൻഡമിക്കും എക്സ്റ്റിൻറ്റും ഒക്കെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കൺസർവ് ചെയ്ത് വെക്കാനുള്ള മെത്തേഡാണ് സീഡ് ജീൻ ബാങ്ക്. പ്രത്യേകിച്ചൊന്നുമില്ല, ആവശ്യത്തിന് ഹ്യൂമിഡിറ്റി കൊടുത്തിട്ട് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അവരെ നമ്മൾ പ്രിസർവ് ചെയ്തിട്ട് വയ്ക്കും.
ആ ഒരു മെത്തേഡാണ് സീഡ് ജീൻ ബാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ അവരിക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ സീഡിനെ കുറിച്ച് പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ വീണ്ടും ഫർദറായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വേണം, പ്ലാന്റ് എല്ലാം ഇല്ല, നമുക്ക് വീണ്ടും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സീഡ് ജീൻ ബാങ്കിൽ നിന്ന് സീഡിനെ കളക്ട് ചെയ്യാം, അതിൻ്റെ വീണ്ടും പ്ലാന്റേഷൻ നടത്താം. സെക്കൻഡ് വൺ ജീൻ ബാങ്ക്. ഈ സീഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, കുറേ പ്ലാന്റ് എല്ലാം ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി, നമുക്കൊന്നിനെയും കിട്ടാനില്ല, അല്ലെങ്കിൽ കുറേ അനിമൽസിനെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ അവരുടെ എല്ലാം ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്ക് അവരുടെ ജനറ്റിക് കാര്യങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോർമൽ ഗ്രോയിങ് കണ്ടീഷനിൽ നമ്മൾ ജീനിനെ എല്ലാം ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസും അതുപോലെ ആവശ്യത്തിനുള്ള സ്പെസിഫിക് കണ്ടീഷൻസും കൊടുത്തിട്ട് അവരെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് ജീൻ ബാങ്ക്. അടുത്തത് ക്രയോ പ്രിസർവേഷൻ. അപ്പോൾ നമ്മൾ ഈ സീഡ് ജീൻ ബാങ്കും എല്ലാം ചെറിയ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ കുറച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ പ്രിസർവ് ചെയ്യുക. ക്രയോ പ്രിസർവേഷൻ പറഞ്ഞാൽ വളരെ മൈനസ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അവരുടെ മെറ്റബോളിറ്റിക് സ്റ്റേജിനെ തന്നെ നിർത്തിയതിന് ശേഷം പ്രിസർവ് ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രൊട്ടക്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിസർവ് ചെയ്യണ മെത്തേഡ്, അതാണ് ക്രയോ പ്രിസർവേഷൻ. ന്യൂവസ്റ്റ് ടെക്നോളജിയാണ്. ബയോട്ടിക് പാർട്സിനെയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിതിനെ സൂക്ഷിച്ച് വയ്ക്കുക. മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത് വയ്ക്കും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടോ അതിൻ്റെ പ്ലാന്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും റീജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്രയോ പ്രിസർവേഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെലക്ഷൻ ഓഫ് മെറ്റീരിയലാണ്. നമ്മൾ എൻഡാഞ്ചേർഡ് ആയിട്ടുള്ളതോ എൻഡമിക് ആയിട്ടുള്ളതോ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതോ അങ്ങനെയുള്ള സ്പീഷീസിൻ്റെ ഏറ്റവും നല്ല വെറൈറ്റി തന്നെ സെലക്ട് ചെയ്യണം. അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടിഷ്യൂ സെൽസോ അല്ലെങ്കിൽ ഏതാണോ വേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് വൺ ക്രയോ പ്രിസർവേഷൻ ആണ്. നമ്മൾ ഏതെങ്കിലും ക്രയോ പ്രൊട്ടക്റ്റൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ക്രയോ പ്രൊട്ടക്റ്റൻറ്റിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് DMSO എടുക്കാം, ഡൈമീഥൈൽ സൾഫോക്സൈഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രയോ പ്രൊട്ടക്റ്റൻ്റ് ആഡ് ചെയ്യണേ ചോദിച്ചാൽ, ഞാൻ ക്രയോ പ്രിസർവേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ലിക്വിഡ് നൈട്രജനിൽ വളരെ കുറഞ്ഞ -196 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തായാലും ഐസ് ഫോം ചെയ്യും, ഐസ് ക്രിസ്റ്റൽസ് അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. അപ്പോൾ ഈ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുമ്പോൾ ഇതിലുള്ള ടിഷ്യൂസിനോ അല്ലെങ്കിൽ സെൽസിനോ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ സെൽ അല്ലെങ്കിൽ ടിഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇതിനെ ഹാം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ക്രയോ പ്രൊട്ടക്റ്റൻറ്റ്. നെക്സ്റ്റ് കൂളിംഗ് ആണ്. നമ്മൾ വളരെ പതുക്കെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ കൂളിംഗ് പ്രൊസീജിയർ അഡാപ്റ്റ് ചെയ്യും. ചിലപ്പോൾ സ്ലോ ഫ്രീസിങ് ആയിരിക്കും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റാപ്പിഡ് ഫ്രീസിങ് എടുക്കും, അല്ലെങ്കിൽ ഡ്രൈ ഫ്രീസിങ് മെത്തേഡായിരിക്കും എടുക്കുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലിക്വിഡ് നൈട്രജൻ നമ്മൾ 190 അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലിക്വിഡ് നൈട്രജനിൽ 196 ഡിഗ്രി സെൽഷ്യസിൽ എത്ര നാളേക്കാണോ വേണ്ടത് അത്രയും നാൾ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് തോയിങ് ആണ്. തോയിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല നമുക്ക് ആവശ്യം വന്നു, ഇനി ഈ പ്ലാന്റ് എടുക്കണം, അതിൻ്റെ റീജനറേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിനെ എടുത്താൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നല്ല ഐസായിട്ട് നല്ല ഫ്രീസായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ട് എന്ത് ചെയ്യും, കുറച്ച് പയ്യെ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി അതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് റിക്കവറി സ്റ്റേജ്. നമ്മൾ കുറച്ച് ദിവസം ഡാർക്കിൽ വെക്കുകയാണ് ചെയ്യുക റിക്കവറി സ്റ്റേജിൽ. അതിനുശേഷം നമുക്കതിനെ റീജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഫ്ലവേഴ്സ് നമ്മുടെ പ്ലാന്റിൻ്റെ ബൊട്ടാണിക്കലി ഉള്ള ഫ്ലവേഴ്സ് ആവാം, ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആവാം, അവരെയൊക്കെ ഗ്രോ ചെയ്യിച്ചെടുക്കുന്ന ഏരിയയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ കാമായിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എൻവിറോൺമെൻ്റ് ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലർക്ക് അവരുടെ ഒരു ഹോബി ആയിട്ടോ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ അവർ കൺസർവ് ചെയ്യുന്നുണ്ട്. അടുത്ത
അപ്പോൾ നമ്മൾ പറയുന്നത് സുവോളജിക്കൽ ഗാർഡൻ ആണ്. നമ്മളൊക്കെ പോവാറുള്ള സൂസാണ് ഇതിൽ പറയണത്. അപ്പോൾ അവിടെ അറിയാം നിങ്ങൾക്ക് ലാർജ് നമ്പർ ഓഫ് അനിമൽസിനെയാണ് നമ്മളവിടെ കൺസേർവ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ ആണ് നമ്മുടെ സൂസ്. അപ്പോൾ ഇപ്പോൾ ലോകത്തിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സൂ നമ്മുടെ വിയന്നയിലാണ്. അതിപ്പോഴും കൺസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ബാരക്പൂറാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അതും ഇപ്പോഴും കൺസർവ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി അടുത്തത് ആർബോറേറ്റ് ആണ്. ആർബോറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് മാത്രം പഠിക്കുക. ഇപ്പോൾ വുഡിനെ കുറിച്ചിട്ട് മാത്രം പഠിക്കുക. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള വുഡ്സ് ആ ഏരിയയിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എക്സ്പെഷ്യലി നമ്മൾ ഏതെങ്കിലും ഷ്രബിനെ കുറിച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ലീഫിനെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പോൾ അതിനെ മാത്രം കൺസർവ് ചെയ്തിട്ടുള്ള നഴ്സറീസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനാണ് നമ്മൾ ആർബോറേറ്റം പറയുക. നമ്മുടെ പീച്ചിയിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ നമ്മുടെ വുഡ് ഇൻഡസ്ട്രി, നിലമ്പൂർ ടീക്ക് മ്യൂസിയം, അതെല്ലാം ഈ ആർബോറേറ്റത്തിന് എക്സാമ്പിളാണ്. ഇനി എന്തൊക്കെയാണ് ഈ എക്സിറ്റ്യൂവിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പോപ്പുലേഷൻ സ്പീഷീസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്ലാന്റ്, അതായത് എൻഡമിക് ആയിക്കൊണ്ടിരിക്കുന്ന, എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റിനെ എല്ലാം നമുക്ക് കൺസർവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണത്. അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിങ്ങിന് എളുപ്പമാണ് ഈ മെത്തേഡ്. ഇവരെല്ലാം നമുക്ക് നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക്, നശിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റിനെ എല്ലാം നമുക്ക് പുതിയ വെറൈറ്റീസിനെ അല്ലെങ്കിൽ അവരുടെ പുതിയ ബ്രീഡിനെ നമുക്ക് പുറത്തേക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഈ മെത്തേഡിലൂടെ പറ്റും. പിന്നെ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ വൈൽഡ് അനിമൽസ്, എക്സിറ്റ്യൂ സെൻറ്റേഴ്സ് വൈൽഡ് അനിമൽസിനെ, പിന്നെ പറയണത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈൽഡ് അനിമൽസിനെയൊക്കെ വീണ്ടും കാണാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഡൈനോസറിനെയൊക്കെ നമുക്ക് നാളെ ഒരിക്കൽ ഇപ്പോൾ നമുക്ക് കാണുന്നത് എന്തുകൊണ്ടാണ്, പണ്ട് അതിൻ്റെ ജനറ്റിക് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പണ്ട് അതിൻ്റെ ജനറ്റിക് കാര്യങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കാണാനായിട്ടും നമുക്ക് സാധ്യതകളെല്ലാം തരുന്നത് എക്സിറ്റ്യൂ കൺസർവേഷൻ ആണ്. ഇതേപോലെ നമുക്ക് ഫർദറായിട്ട് അല്ലെങ്കിൽ നാളെ ഒരിക്കൽ നമ്മുടെ ജനറേഷന് എന്തെങ്കിലും സയൻറ്റിഫിക് വർക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസോ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ എക്സിറ്റ്യൂ പ്രിസർവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെഷൻ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.